തിരുസഭ 102 ട്രൂ ഡിവോഷൻ ടു മേരി 1. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ മരിയ ലൂയിസ് ദി മോൺഫോർട്ട് രചിച്ച യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകം ഒരു പരമ്പരയിലൂടെ ഇനി ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മാതാവിനോട് സവിശേഷമായ ഭക്തിയും ആദരവും പുലർത്തുന്നവരാണ് കേരള സഭയുടെ സന്താനങ്ങളായ നാം. ഭൗതിക ജീവിതത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം പോലെയാണ് ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്ഥാനം. അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ പുണ്യത്തിൻ്റെ പാതയിലൂടെയുള്ള നമ്മുടെ പ്രയാണം ആയാസരഹിതമായി തീരുന്നു. മറിയത്തിലൂടെ ക്രിസ്തുവിലേക്ക് എന്ന ചൊല്ല് തന്നെ ഇതിനുദാഹരണമാണല്ലോ. അമ്മയെ സ്നേഹിക്കുന്നതിനും ആദരിക്കുന്നതിനും യഥാർത്ഥത്തിലുള്ള മരിയ ഭക്തി എന്ത് എന്ന അറിവ് തീർച്ചയായും ആവശ്യമാണ്. ഇവിടെയാണ് യഥാർത്ഥ മരിയ ഭക്തി എന്ന ഈ പുസ്തകം പ്രസക്തമാകുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെയൊക്കെ ഭക്തി എപ്രകാരമുള്ളതായിരിക്കണമെന്നും ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമുക്കുള്ള ഭക്തി ഒരു യഥാർത്ഥ ഭക്തി അല്ലായിരിക്കാമെന്നും എന്താണ് യഥാർത്ഥ മരിയ ഭക്തി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് യഥാർത്ഥ മരിയ ഭക്തി എന്ന വളരെ പ്രസിദ്ധമായ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഒരു പുസ്തകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ഇന്നും വളരെ പ്രസക്തമായി വളരെ പ്രാധാന്യത്തോടു കൂടി ലോകത്ത് അനേകർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ വലിയ ദൈവാനുഭവം നേടിത്തരുന്ന ഒരു പുസ്തകമാണ് യഥാർത്ഥ മരിയ ഭക്തി. അത് മലയാളത്തിൽ അവൈലബിളാണ്, ഇംഗ്ലീഷിൽ അവൈലബിളാണ്. ഇതിൻ്റെ പുസ്തകം ആർക്കെങ്കിലുമൊക്കെ വാങ്ങിച്ച് വായിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വായിക്കണം. ഈ പുസ്തകത്തിലെ വളരെ പ്രസിദ്ധമായ ചില ഭാഗങ്ങൾ എടുത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു പരമ്പരയായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. മറിയത്തെ എത്ര കൂടുതലായി നാം ബഹുമാനിക്കുന്നുവോ അത്ര അധികമായി നാം യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം മറിയത്തെ ബഹുമാനിക്കുന്നത് യേശുവിനെ ഏറ്റവും പൂർണ്ണമായി ബഹുമാനിക്കുന്നതിനും നാം അവളെ സമീപിക്കുന്നത് നാം തേടുന്ന നമ്മുടെ പരമാന്ത്യമായ യേശുവിനെ കണ്ടുമുട്ടാനുമുള്ള വഴി അവൾ ആയതിനാലുമാണ് എന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ചിട്ടുണ്ട്. ദിവംഗതനായ വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഈ പുസ്തകം യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി: ഈ പുസ്തക പാരായണം എൻ്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവാണ്. ഞാൻ വഴിത്തിരിവ് എന്ന് പറഞ്ഞല്ലോ, അതെൻ്റെ ആന്തരികമായ യാത്രയായിരുന്നു. ഈ യഥാർത്ഥ ഭക്തി കലവറ കൂടാതെ യേശുവിന് സ്വയം നൽകുവാനും രക്ഷാകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അഭിലഷിക്കുന്ന ഏതൊരുവനും അത്യാവശ്യമത്രേ. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിൽ നിന്നാണ് ഞാൻ പൂർണ്ണമായും അങ്ങയുടേതാണ് എന്ന മുദ്രാവാക്യം ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകം ഞാൻ ആവർത്തിച്ച് വായിക്കുകയും അങ്ങനെ യേശുക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും അനുഭവിക്കുവാനും ഇടവരികയും ചെയ്തുവെന്ന് ജോൺ പോൾ II മാർപ്പാപ്പ എഴുതി വച്ചിരിക്കുന്നു. ഇനി പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനെ കുറിച്ച് അല്പം പറഞ്ഞുകൊണ്ട് ഈ പരമ്പര ആരംഭിക്കുകയാണ്. 1673 ജനുവരി 31 ഫ്രാൻസിലെ ബ്രിട്ടനിയിലെ കൊച്ചു പട്ടണമായ മോൺഫോർട്ടിലാണ് വിശുദ്ധ ലൂയിസ് മരിയ ദി മോൺഫോർട്ട് ജനിച്ചത്. 1700 തൻ്റെ 27ാമത്തെ വയസ്സിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു.
കാനഡയിലെ ഒരു മിഷണറി ആകുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ദാഹം. എന്നാൽ ഫ്രാൻസിൽ തന്നെ പ്രവർത്തിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടു. ജനങ്ങളെ പ്രബോധിപ്പിച്ചും പ്രസംഗിച്ചും ദരിദ്രരെ സഹായിച്ചും കുമ്പസാരിപ്പിച്ചും ധ്യാനപ്രസംഗങ്ങൾ നടത്തിയും സ്കൂളുകൾ ആരംഭിച്ചും പള്ളികൾ പണിതും രാജ്യത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവനും അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങൾ അത്ഭുതകരമായ ഫലമുളവാക്കി. അദ്ദേഹം ജപമാല കൊണ്ട് സ്പർശിക്കുന്ന ഒരു പാപിയും എതിർത്ത് നിന്നിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒട്ടേറെ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽ സുപ്രധാനമായ പ്രബന്ധമാണ് ട്രൂ ഡിവോഷൻ ടു മേരി എന്ന ഈ പുസ്തകം. ഫ്രാൻസ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം നൽകിയ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് ഇവ. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിശാചിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ മറിയത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചു. ദ ട്രൂ ഡിവോഷൻ ടു മേരിയിൽ അദ്ദേഹം പറയുന്നു, മാലാഖമാരെക്കാളും മനുഷ്യരെക്കാളും അധികമായി പിശാച് മറിയത്തെ ഭയപ്പെടുന്നുവെന്ന്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് പിശാചുമായുള്ള സംഘടന സമയത്ത് മുഷ്ടി ചുരുട്ടിയുള്ള ഇടികളുടെയും ചാട്ടവാറടികളുടെയും ശബ്ദം പലപ്പോഴും കേട്ടിട്ടുള്ളതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിശുദ്ധൻ തൻ്റെ കർമ്മശേഷി മുഴുവനും കലവറ കൂടാതെ പ്രേക്ഷിത വൃത്തിക്ക് വ്യയം ചെയ്ത് 43-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ്. തൻ്റെ മരണക്കിടക്കയിൽ ക്രൂശിത രൂപവും മാതാവിൻ്റെ തിരുസ്വരൂപവും ചുംബിച്ചുകൊണ്ട് പിശാചിനോട് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു, നീ എന്നെ ആക്രമിക്കുന്നത് വ്യർത്ഥാവിലാകുന്നു. ഞാൻ യേശുവിൻ്റെയും മറിയത്തിൻ്റെയും മധ്യയാണ്. എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കി. എല്ലാം പൂർത്തിയായി. ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല. അങ്ങനെ 1716 ഏപ്രിൽ 28 അദ്ദേഹം സമാധാനപൂർവ്വം ദിവംഗതനായി. സ്വർഗത്തിൽ താൻ ജനിച്ച ദിവസമായ ഏപ്രിൽ 28 അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിനം. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിൻ്റെ എല്ലാ കൃതികളും പരിശുദ്ധ സിംഹാസനം പരിശോധിച്ചു. 1947 അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ യഥാർത്ഥ മരിയ ഭക്തിയുടെ വളരെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കും. സർവശക്തനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.